നോക്ക്, ഒരു കാര്യം ചെയ്യാം. വാ, ഇവിടെ ഉറങ്ങാം. ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? ഇത്രയ്ക്ക് സംസാരിക്കുന്ന ഇവൾക്ക് എന്താ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പേടിയാണോ? നേരത്തെ ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞതാ അല്ലേ സിഹി? എനിക്ക് ഒരു പേടിയും ഇല്ലട്ടോ. എനിക്ക് നല്ല ധൈര്യമുണ്ട്. പക്ഷേ കഥ കേട്ടാൽ മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ. നമുക്കെന്നാ കഥ കണ്ടിന്യൂ ചെയ്താലോ? ചെയ്യാം. നിനക്ക് ഇപ്പൊ വരാൻ പറ്റുമെങ്കിൽ വാ, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ കിടന്നോ. ഹേ ശാലിനി. അങ്കിൾ, ശാലിനി ആന്റിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയാണോ? നിങ്ങൾ പോയിക്കോ, നാളെ നമുക്ക് കഥ കണ്ടിന്യൂ ചെയ്യാട്ടോ. താങ്ക്സ് ഫോർ ദ കഥ. എത്ര നല്ല കുട്ടിയാ മോള്. എങ്ങനെ ഇങ്ങനെ നല്ല കുട്ടിയായത്? എന്റെ അമ്മ നല്ല അമ്മയാ, അതുകൊണ്ട് ഞാനും നല്ല കുട്ടിയാ. അച്ഛനെ കിട്ടണവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നേ. എനിക്കിപ്പോ ഒരു നല്ല അച്ഛനെയും കിട്ടിയല്ലോ. അച്ഛനെ കിട്ടിയോ? എന്നുവെച്ചാ? എനിക്ക് നേരത്തെ അച്ഛനുണ്ടായിരുന്നില്ല. ഞാൻ ദൈവത്തിനോട് ചോദിക്കും എപ്പോഴാ എനിക്ക് എന്റെ അച്ഛനെ കിട്ടുക, എപ്പോഴാ എന്റെ അച്ഛനെ എനിക്ക് കിട്ടുകയെന്ന്. പിന്നെയാ ഒരിക്കല് റാം എന്റെ ഫ്രണ്ടായത്, പിന്നെ ക്ലോസ് ഫ്രണ്ടായി. എന്റെ സീതമ്മയുടെ ബോസ് ആയിരുന്നു അവര്. പിന്നെ എന്റെ ഫ്രണ്ട് സീതമ്മ കല്യാണം കഴിച്ചു. ഇപ്പോ എന്റെ ഫ്രണ്ടാണ് എന്റെ അച്ഛൻ. ഓ ഐ സീ. ശ്യാം, വരുന്നു. അങ്കിൾ വേഗം ചെല്ല്, അല്ലെങ്കിലേ ആന്റിക്ക് വേഗം ദേഷ്യം വരും. ശരി മോളെ, മോളുറങ്ങി. ഗുഡ് നൈറ്റ് അങ്കിൾ, സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. സീതമ്മ, ഐ മിസ് യു അച്ഛ. എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? ഇതിനു മുമ്പ് 2-3 തവണ സിഹി എന്നെ വിട്ട് ഉറങ്ങാൻ പോയിട്ടുണ്ട്. പഴയ വീട്ടിലെ അച്ഛനമ്മമാരുടെ കൂടെ, പിന്നൊരിക്കൽ പ്രിയയുടെ വീട്ടിൽ. ഇന്ന് പക്ഷെ സിഹി ഇല്ലാത്തോണ്ട് എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു. സിഹി അവിടെ ഉറങ്ങി കാണുമോ എന്തോ. ഛേ, വിളിച്ചോണ്ട് വരായിരുന്നു. റാം, പാവം ഉറങ്ങിയിട്ടുണ്ട്, എണീപ്പിക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോയി സിഹിയെ കൊണ്ടുവന്നോളാം. ഈ സമയത്ത് അവരുടെ വീട്ടിൽ പോകുന്നത് ശരിയാണോ? എന്തെങ്കിലും ആവട്ടെ, എനിക്ക് എന്റെ മകളെ കാണണമെന്ന് തോന്നുന്നുണ്ട്. അവരുടെ വീട് ഇവിടെ അടുത്താണല്ലോ. സിഹി ഉറങ്ങിയോ ഇല്ലയോ എന്നെങ്കിലും പോയി നോക്കാം. അല്ല, നമ്മുടെ വീടായിരുന്നെങ്കിൽ ഈ സമയത്തൊക്കെ കൊതുകുകൾ കൂട്ടം കൂടി വന്ന് ചോര കുടിച്ച് മനുഷ്യനെ കൊല്ലുമായിരുന്നു. അല്ല, കൊതുകൾക്ക് ഈ വീടിന്റെ അഡ്രസ് എങ്ങാനും അറിയാഞ്ഞിട്ടാണോ? ഒരൊറ്റ കൊതുകിനെ പോലും കാണുന്നില്ല. ഇത്ര സ്പീഡിൽ ഫാൻ കറങ്ങുമ്പോ കൊതുക് എങ്ങനെ വരാനാ? ഒക്കെ പറന്നുപോയി കാണും. നമ്മുടെ വീട്ടിലുണ്ട് ഒരു പൊട്ട ഫാന്. 5 ലിറ്റർ മര്യാദക്ക് കറങ്ങും, 1 ലിറ്റർ ഓഫായി പോവും. ഇതേ എന്റെ ഫാനാ, അതുകൊണ്ടാ ഇതിന് ഇത്ര പവർ. മണിക്കൂറിൽ ഒരു 100 വട്ടം എന്റെ വീടെന്ന് പറയുന്നുണ്ടല്ലോ. അവൾ ഇതിനി നിങ്ങളുടെ വീട്ടിലൊന്നും എഴുതി തന്നിട്ടില്ല. എഴുതി തന്നോളും പൊന്നെ, ഉറപ്പായിട്ട് അവൾ എഴുതി തരും. അവളെങ്ങാനും ഈ വീട് എനിക്ക് എഴുതി തന്നില്ലെങ്കിൽ അവളുടെ മോള് അവളുടെ സ്വന്തം മോളല്ല എന്നുള്ള സത്യം ഞാൻ എല്ലാരോടും പറയുമെന്ന് പറയും. അപ്പൊ എഴുതി തന്നോളും. അല്ല, ആ കുഞ്ഞ് അവളുടെ കുഞ്ഞല്ലെന്നുള്ള സത്യം ആ വീട്ടുകാർക്ക് അറിയില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതല്ല, ഇത്ര വർഷം കഴിഞ്ഞില്ലേ, എന്നിട്ട് നമ്മൾ പോലും ഇതറിഞ്ഞിട്ടില്ല. പിന്നെ അവളുടെ വീട്ടുകാർ ഇതെങ്ങനെ അറിയാനാ? നിങ്ങളുടെ പെങ്ങളെ ഭയങ്കര സത്യസന്ധയാ. അപ്പൊ അവള് പറയാതിരിക്കുവോ? എല്ലാവർക്കും സത്യം അറിയുമെങ്കിൽ, അവളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാ പറ. അപ്പൊ നീ പറഞ്ഞതിലും കാര്യമുണ്ട്.
അല്ല, ഈ വീട് നമ്മുടെ പേരിലേക്ക് മാറ്റാൻ ആകെയുള്ള ഒരേ ഒരു അസ്ത്രം അതാണ്. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അന്വേഷിച്ച് തീരുമ്പോഴേക്കും വയസ്സ് കുറെ ആവും. ദേ നോക്ക്, ഈ നവരാത്രി കഴിയുമ്പോഴേക്കും ഞാൻ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചോളാം. അവളുടെ വീട്ടുകാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, ഈ സീത എന്തൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ അവിടെ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും. നിങ്ങൾ എങ്ങനെ അന്വേഷിക്കും? അതെ, ഈ തവണത്തെ നവരാത്രി ആഘോഷത്തിന് അവരെ എല്ലാരെയും ഇങ്ങ് വിളിക്കാം. സീതയെ, അവളുടെ ഭർത്താവിനെ, പിന്നെ അവള് വാടകയ്ക്കുണ്ടാക്കി വെച്ചിട്ടില്ലേ ആ പ്രാണി, അതിനെയും എല്ലാവരെയും വിളിക്കാം. ഇത്തവണ നമ്മൾ ആഘോഷം തകർക്കും. കിടന്നുറങ്ങ്. ഷാലു, 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 ആ കുഞ്ഞു പറഞ്ഞത് നീ കേട്ടില്ലേ? എന്ത് കാര്യം? പകല് മുഴുവൻ കളകളാന്ന് പറഞ്ഞോണ്ടേയിരിക്കും. തലവേദന എടുക്കുന്നുണ്ട് എനിക്ക്. എന്നും ഇങ്ങനെ വർത്താനം പറയുന്ന കേൾക്കേണ്ടി വന്നാ ഐ വുഡ് ഗോ മാഡ്. ഷാലു, നീ എന്താ ഇങ്ങനെ? അല്ല, കുട്ടികളൊക്കെ എങ്ങനെയല്ലേ? അവരെന്ത് നിഷ്കളങ്കമായിട്ടാ പറയുന്നത്. അതും ഈ സിഹി എന്ത് നന്നായിട്ടാ സംസാരിക്കുന്നത്. ഒരു പാവം കുട്ടിയത്. നിനക്കറിയോ, അവൾ അച്ഛനെ വേണമെന്ന് പ്രാർത്ഥിച്ചത്ര. അതിനുശേഷമാണ് അവൾക്ക് അച്ഛനെ കിട്ടിയത്. നമ്മളിതൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. റാം സീതയുടെ ഭർത്താവ് ആയതിനോടൊപ്പം ഈ സിഹിയുടെ പുതിയ അച്ഛനായി മാറി. എത്ര ഗ്രേറ്റ് ആണല്ലേ. പാവമാണ് കൊച്ച്. അവൾ അച്ഛന് വേണ്ടി ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ലേ, അതുപോലെ അവളും കാത്തിരുന്നതാ. ആ കുഞ്ഞുമോള് അവളുടെ അച്ഛൻ ഇന്നോ നാളെയോ വരുമെന്ന് കരുതി കാത്തിരുന്നത് ആലോചിക്കുമ്പോഴേ മനസ്സിനെന്തോ വിഷമം പോലെ. ഷാലു, നമ്മുടെ മകളും അവളുടെ അച്ഛനമ്മയും വരും, വന്നവളെ കൊണ്ടുപോകുമെന്ന് കരുതി കാത്തിരിക്കുന്നുണ്ടാവുമല്ലേ? ഇനഫ് ശ്യാം, ഇതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഡോക്ടർ അനന്തലക്ഷ്മിയെ നാളെ തന്നെ പോയി നമുക്ക് മീറ്റ് ചെയ്യണം. ഇതിനെല്ലാം എനിക്കൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. മകള് ജീവനോട് ഉണ്ടായിട്ടും ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഇതിനെല്ലാം എനിക്കൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. വിടില്ല. ശ്യാം പ്ലീസ്, നമ്മൾ ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതെന്താ ഷാലു, നമ്മൾ എന്തായാലും ആ ഡോക്ടറെ മീറ്റ് ചെയ്തിരിക്കും. ശ്യാം പ്ലീസ്, നോ. നീ ഡോക്ടർ അനന്തലക്ഷ്മിയെ പോയി മീറ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. വാട്ട്സ് റോങ് വിത്ത് യു? നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ അറിയണ്ടേ? ഞാൻ കുഞ്ഞിന്റെ കാര്യം പറയുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വേണ്ട 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 എന്ന് പറയുന്നത്. അവര് നമ്മളോട് കുഞ്ഞിന്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞു. അത് എന്തിനാന്ന് എനിക്ക് അറിയണ്ടേ? ഇതിലെന്താ നിന്റെ പ്രശ്നം? കാരണം കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞത് അവരല്ല ശ്യാം, ഞാനാ. അതെ, അന്ന് എനിക്ക് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. നീ നിന്റെ സ്റ്റഡീസിന് വേണ്ടി പറഞ്ഞ് ലണ്ടനിലേക്ക് പോയി. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു ശ്യാം. എനിക്ക് നിന്റെ കൂടെ ലണ്ടനിലേക്ക് വരാൻ ആ കുഞ്ഞ് തടസ്സമായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിപ്പോ ഇല്ല, മരിച്ചുപോയെന്ന് ഞാൻ കള്ളം പറഞ്ഞത്. അന്ന് അനന്തലക്ഷ്മി മേഡം നമുക്ക് വേണ്ടി കുറെ കാത്തിരുന്നു. ജൂലൈ 17. ആ ഡേറ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവരൊരുപാട് തവണ കോൾ ചെയ്തിരുന്നു, പക്ഷെ ഞാൻ ആൻസർ ചെയ്തതേയില്ല. നിന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. ആ കുഞ്ഞു പോലും ഇല്ലെങ്കിൽ പിന്നെ അവരോട് എന്തിനു സംസാരിക്കണമെന്ന് കരുതി അവോയ്ഡ് ചെയ്തതാ ഞാൻ. പക്ഷേ ഈ കാര്യങ്ങൾ എങ്ങനെ പുറത്തു വരുമെന്ന്
ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല ശ്യാം. ജൂലൈ 17 അത് സിഹിയുടെ ജന്മദിനമല്ലേ? അപ്പൊ സിഹി ജനിച്ചപ്പോ വരാതിരുന്ന കപ്പിൾസ് ഇവരായിരുന്നോ? അപ്പൊ ഇവരാണോ സിഹിയുടെ അച്ഛനും അമ്മയും? ഷാലു, നീയാണോ എന്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞത്? അപ്പോ ഇത്രയും കാലം എന്റെ മകൾ എന്നിൽ നിന്ന് അകന്നു നിൽക്കാൻ കാരണം നീയായിരുന്നോ? ശ്യാം, ഐ ആം സോറി ശ്യാം. എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതാ ഞാൻ അങ്ങനെ ചെയ്തത്. ഐ ആം സോ സോറി. You did a mistake. Great mistake. Rather crying. അതെ, ഐ ആം എ ക്രിമിനൽ. എന്താ നീ ചെയ്യാൻ പോകുന്നേ? എന്നെ ഒഴിവാക്കി പോവോ അതോ ഡിവോഴ്സ് ചെയ്യോ? ശ്യാം ലിസൺ, എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ശ്യാം. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എനിക്ക് കുഞ്ഞു വേണ്ട, ഒന്നും വേണ്ട. ബട്ട് നിന്നെ വേണം. എനിക്ക് എപ്പോഴും നിന്റെ കൂടെ ജീവിക്കണം ശ്യാം, പ്ലീസ്. നമ്മുടെ കുഞ്ഞ് നമ്മുടെ സ്നേഹത്തിന്റെ അടയാളമാ. എന്ത് എളുപ്പത്തിലാണ് നീ നശിപ്പിച്ചത്? നീ എന്ത് ധൈര്യത്തിലാണ് എന്റെ കൊച്ചു മരണപ്പെട്ടു എന്ന് പറഞ്ഞത്? എനിക്കറിയണം, എന്തിനായിരുന്നു അത്? അന്ന് വരാതിരുന്നവര് ഇപ്പൊ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവരുടെ വീട്ടിലാണോ എന്റെ സിഹിയുള്ളത്? ഇല്ല, ഇവരുടെ കൂടെ നിൽക്കാൻ ഞാൻ സിഹിയെ സമ്മതിക്കില്ല. ഇവരുടെ കൂടെ സിഹി നിൽക്കാൻ പാടില്ല. പറ ശാലു, തെറ്റാ നീ ചെയ്തത്. നീ ചെയ്ത ഒരു തെറ്റ് കാരണം, ഒരു കള്ളം കാരണം നമ്മുടെ കൂടെ വളരേണ്ട കൊച്ചി ഇപ്പൊ സരോഗസി മദറിന്റെ കൂടെയാ. ഇനി ഇത് ഡോക്ടർ അനന്തലക്ഷ്മിയുടെ അടുത്ത് പോയി പറഞ്ഞല്ലേ പറ്റൂ, തെറ്റ് അംഗീകരിച്ചല്ലേ പറ്റൂ. അവർ കാല് വീണിട്ടാണെങ്കിലും ആ സരോഗസി മദർ ആരാ, എവിടെയാ, ഇതെല്ലാം ഞാൻ കണ്ടെത്തും. എന്നിട്ട് നമ്മുടെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എൻ്റെ മോളെ, എൻ്റെ നിന്റെ മോളെ നമുക്ക് വേണം. ഈ ലോകത്തിൽ അവർ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടെത്തും, കണ്ടെത്തിയിരിക്കും. ആരാ? ഒരു മിനിറ്റ് വരുന്നേ. ശാലു, ഈ സത്യം ഇപ്പം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. വേറെ ആരെങ്കിലും അറിഞ്ഞാ നമ്മുടെ മകളെ പിന്നെ കിട്ടില്ല. നോക്ക്, നമ്മുടെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരമായിട്ട് കാണാം. പുറത്താരോടും പറയണ്ട പ്ലീസ്. ഡോക്ടർ അനന്തലക്ഷ്മിയോട് ഞാൻ സംസാരിക്കാം. പക്ഷെ ഇതൊക്കെ ഞാൻ ഭാർഗവി മാമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. സീത, എന്താ ഈ നേരത്ത്? സിഹിക്ക് ഒരു മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു. അത് വീട്ടിലാ ഉള്ളത്. ഞാൻ അവളെ കൊണ്ടുപോയിക്കോട്ടെ? എന്ത് മരുന്നാ സീത? കുഴപ്പമില്ല, നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇറ്റ്സ് ഓക്കെ. രാവിലെ ഞാൻ കൊണ്ടുവരുവാറുന്നല്ലോ, ഇപ്പോഴാ കടന്നേ. ഇല്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഉറക്കത്തിൽ അവൾ എന്തൊക്കെയോ സംസാരിക്കാറുണ്ട്. ഞാൻ അവളുടെ കൺമുന്നിൽ ഇല്ലെങ്കിൽ അവൾ പേടിക്കാറുണ്ട്. പ്ലീസ്.
ഗുഡ് നൈറ്റ് സി. ഒരുപാട് തവണ കോൾ ചെയ്തിരുന്നു. ജൂലൈ 17. ആ ഡേറ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവരൊരുപാട് തവണ കോൾ ചെയ്തിരുന്നു, പക്ഷെ ഞാൻ ആൻസർ ചെയ്തതേയില്ല. നിന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. എന്തായി സംഭവിക്കുന്നതൊക്കെ? എന്നെങ്കിലും ഒരിക്കല് സിഹയുടെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്ന് സിഹയെ തിരിച്ചു തരണമെന്ന് പറയുന്നത് ഞാൻ എത്രയോ തവണ ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എന്റെ വീട്ടിലുണ്ടായിട്ടും കുഞ്ഞിനെ ഞങ്ങളുടെ സഹായത്തോടെ അന്വേഷിച്ചിറങ്ങിയ ശ്യാമും ശാലിനിയുമാണ് സിഹയുടെ അച്ഛനും അമ്മയെന്ന് ഞാൻ അറിഞ്ഞതേയില്ലല്ലോ. ഞങ്ങളോട് എത്ര അടുത്താ അവർ നിൽക്കുന്നത്. ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു സിഹി അവരോട് അടുക്കുമ്പോഴും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും എനിക്ക് എന്തോ ഒരുതരം വിഷമം തോന്നിയിരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും സിഹി അവരുടെ മകളാണെന്ന് ഞാൻ ആരോടും പറയില്ല. സിഹി എന്റെ മകള്, ഞാൻ പെറ്റു വളർത്തിയ എന്റെ മകള്. ഇവളെ ജനിച്ചപ്പോ അന്വേഷിച്ചു വരാതെ ഇപ്പൊ അന്വേഷിച്ചു വരുന്നവർക്ക് ഞാൻ എന്റെ മോളെ കൊടുക്കണോ? ഇല്ല, ഇതൊരിക്കലും ന്യായമല്ല. ഡോക്ടർ, എന്റെ ഫ്രണ്ട് ശ്യാം ആൻഡ് ഹിസ് വൈഫ് ശാലിനി അവരിപ്പോ അവരുടെ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സെറോഗേറ്റ് മദർ എവിടെ ഉള്ളതെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. സോറി, എനിക്ക് ഓർമ്മ വരുന്നില്ല. മനുഷ്യരുടെ രൂപത്തില് ദൈവം വരുമെന്ന് പറയുന്നത് ഇതാണോ? എന്റെ മകളെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാനാണോ അനന്തലക്ഷ്മി മാം റാമിനോട് ശ്യാമിനെയും ശാലിനെയും ഓർമ്മയില്ലാന്ന് പറഞ്ഞത്? താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. നിങ്ങളോടുള്ള നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഈ സത്യം ഒരിക്കലും പുറത്തു വരില്ല. സിഹ എന്റെ മകളാ, എന്റെ റാമിന്റെ മകള്. എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ശ്യാം, നമ്മൾ പറഞ്ഞത് സീത കേട്ട് കാണില്ലല്ലോ അല്ലേ? തെറ്റ് ചെയ്തത് നീയാ. തെറ്റ് ചെയ്തവർ ഇങ്ങനെയാ. ആരെങ്കിലും അവർ പറഞ്ഞത് കേട്ടോ എന്ന് പേടിച്ച് ജീവിക്കേണ്ടി വരും. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ലെന്ന് പറഞ്ഞില്ലേ ശ്യാം? തെറ്റ് തെറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റ്. തെറ്റിൽ അങ്ങനെ മനഃപൂർവ്വമോ അല്ലെന്നുള്ള കാറ്റഗറി ഒന്നുമില്ല. അത് വിട്ടേക്ക്. കഴിഞ്ഞതൊന്നും സംസാരിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷെ എൻ്റെ കുഞ്ഞിനെ കണ്ടെത്താൻ ഞാൻ അടങ്ങിയിരിക്കില്ല ശാലിനി. നിന്നോടൊരു റിക്വസ്റ്റേ ഉള്ളൂ. ദയവ് ചെയ്ത് ഇത് ആരോടും പറയണ്ട. ആരോടൊന്നും സംസാരിക്കാനും നിൽക്കണ്ട. ജനന സമയത്ത് നമ്മൾ അവിടെ വേണമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയില്ല എന്ന് പറയുന്നത് നമ്മുടെ തെറ്റാണ്. വി വിൽ ബിക്കം ഹെൽപ്ലെസ്. അതുകൊണ്ട് എഗെയിൻ ഐ എം റിക്വസ്റ്റിംഗ് യു, ഇതിനെക്കുറിച്ച് എവിടെയും സംസാരിക്കരുത് പ്ലീസ്. പിന്നെ ഇനി എന്നോടൊന്നും മറച്ചു വെക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ ഇതേപോലെയാവും. നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചത് ഇത് മാത്രം ശ്യാം. ഇതായിരുന്നു ഇത്രയും ദിവസം എന്നെ ബുദ്ധിമുട്ടിച്ചത്. കുഞ്ഞിന്റെ കാര്യമെല്ലാം പറയുമ്പോൾ ഇത് നീ അറിയോന്ന് കരുതി വല്ലാതെ പേടിച്ചിരുന്നു ഞാൻ. ഇപ്പൊ എല്ലാം നിന്നോട് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് റിലീഫ് തോന്നുന്നുണ്ട്. നീ എല്ലാം പറഞ്ഞുകൊണ്ട് നിന്റെ മനസ്സിൽ റിലീഫ് കിട്ടി. ഇപ്പൊ ഭാരമുള്ളത് എന്റെ മനസ്സിലാ. എന്റെ ഭാര്യ തന്നെ എന്നെ ചതിച്ചു എന്ന് പറയുമ്പോ ആ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശ്യാം, ശാലിനി,
ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ശ്യാമിന്റെ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കുമെന്ന് പറഞ്ഞതാ. ശ്യാമിന്റെ മോള് നിങ്ങൾ തിരിച്ചു കൊടുക്കാന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മോളെ തിരിച്ചു കൊടുക്കുന്നത് പോലെയാ. നിങ്ങളുടെ മകള് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും റാം? ജീവിതത്തിൽ നിങ്ങൾ മറ്റാരെ സ്നേഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ സിഹയെ സ്നേഹിക്കുന്നുണ്ട് റാം. ഈ സിഹയെ നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കുവോ? സിഹ നമ്മുടെ മകളാ റാം. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം അവള്. നമ്മളെ വിട്ടവൾ ഒരിക്കലും എവിടെയും പോവില്ല. ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾ കൊടുത്ത വാക്ക് സത്യമാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈ ഒറ്റ കാര്യത്തിൽ നിങ്ങൾ തോറ്റേ പറ്റൂ. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ നാളെ രാവിലെ വന്ന് ചെക്ക് ചെയ്തോളാം. സീത, താങ്ക് യു ഡോക്ടർ എന്നാണല്ലോ മെസ്സേജ്. ഇന്ന് റാം വന്നതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പറ്റുമ്പോ ഒന്ന് ക്ലിനിക്കിലേക്ക് വാ സീത, സംസാരിക്കാം നമുക്ക്.